വെൽക്കം ബാക്ക് ടു അട്ടപ്പാടിക്കാർ യൂട്യൂബ് ചാനലിലേക്ക് എവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇപ്പോൾ ഉള്ളത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അട്ടപ്പാടിയിലെ ചാവടിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ ചാവടിയൂരിലെ പുതിയ പാലത്തിനും പഴയ പാലത്തിന്റെയും ഒരു കുഞ്ഞു കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ എത്തിയിട്ടുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അട്ടപ്പാടിയിൽ 3 പഞ്ചായത്താണ് ഉള്ളത്. ഒന്ന് ഈ പഴയ പാലത്തിന്റെ അപ്പുറത്തുള്ളത് പുതൂർ പഞ്ചായത്ത്, പിന്നെ ഷോളിയൂർ പഞ്ചായത്ത്, അഗളി പഞ്ചായത്ത്. പണ്ട് ഈ പുതിയ പാലം ഇല്ലാത്ത സമയത്ത് ഈ പഴയ പാലത്തിലൂടെ ആയിരുന്നു അപ്പുറത്തുള്ള പഞ്ചായത്തിലുള്ള ആൾക്കാരും ഇപ്പുറത്തുള്ള പഞ്ചായത്തിലുള്ള ആൾക്കാരും കൂടി യാത്ര ചെയ്തിരുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു ചെറിയ മഴ പെയ്താൽ തന്നെ ഈ ചാവടിയൂർ ബ്രിഡ്ജ് മുഴുവനും കവിഞ്ഞൊഴുകും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അപ്പുറത്തെ പഞ്ചായത്തിലുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ടും ഇവിടെയുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ ആ പഞ്ചായത്തിൽ പഠിക്കുന്ന എത്ര കുട്ടികൾ ഉണ്ടാവും അല്ലെ ഇപ്പുറത്തെ പഞ്ചായത്തിൽ വന്ന് പഠിക്കുന്ന? കാരണം ഇവിടെയാണ് സ്കൂളുള്ളത്. പൊതുവുള്ള സ്കൂളുണ്ട്, ചിലപ്പോൾ ഇപ്പുറത്തെ സ്കൂളിൽ പഠിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് അവരുടേതായിട്ട് ആവശ്യങ്ങൾക്കും സാധനങ്ങൾ വാങ്ങിക്കാനും പിടിക്കാനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവല്ലേ, ആകെ ഉള്ളത് ഈ ഒറ്റ ഒരു പാലം, ഇത് മുഴുവനും വെള്ളം മുങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അപ്പൊ ഇവർ എങ്ങനെയായിരിക്കും പോയിട്ടുണ്ടാവുക എന്നുള്ളതല്ലേ. അപ്പൊ ശരിക്കും മുള്ളി റോഡിൽ കൂടെ നേരെ മേട്ടുപ്പാളയം പോയി കോയമ്പത്തൂർ ചുറ്റി അങ്ങനെയൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ടാണ് ഇവരുടേതായിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക. അങ്ങനെ ഒരു മാസത്തോളം അവിടെയുള്ള ആൾക്കാർ അവിടെ തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അട്ടപ്പാടി തന്നെ ഏറ്റവും വലിയ ബ്രിഡ്ജാണ് നമ്മുടെ ചാവടിയൂർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, അന്ന് നമ്മുടെ അഗാഡ്സ്, അട്ടപ്പാടിയിലെ നമ്മുടെ അഗാഡ്സ് ഈ ഒരു തീരുമാനം എടുത്ത് ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു പാലം കെട്ടിക്കൊടുത്തോണ്ടല്ലേ ഇന്ന് അപ്പുറത്തുള്ള ആൾക്കാർക്ക് ഇപ്പുറത്തുള്ള ആൾക്കാർക്ക് നല്ല സുഖസൗകര്യമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അട്ടപ്പാടിക്കാരുടെ വക അഗാഡ്സിനേക്കട്ടെ ഒരു ബിഗ് സല്യൂട്ട്. പിന്നെ കൂടാതെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം പറഞ്ഞു തരാം കേട്ടോ. ഇത് എല്ലാവർക്കും അറിയാം. ചിലപ്പോ ഊട്ടിയിലേക്കൊക്കെ പോകാൻ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്, ടൂർ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ അല്ലേ. അവർക്ക് അട്ടപ്പാടി വഴി കൂടെ ഈ ചാവടിയൂർ ഈ വഴി കൂടെയാണ് നമ്മൾ നേരെ മുള്ളി വഴി കൂടെ നേരെ ഊട്ടി പോയി മഞ്ചൂർ പോയി മേട്ടുപ്പാളയം പോയി അങ്ങനെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് മുള്ളിയിൽ ഇപ്പോ തമിഴ്നാട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആയതുകൊണ്ട് അവർ അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അല്ലാത്ത പക്ഷം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം ബസ്സിൽ ഇങ്ങനെ പോവാറുണ്ട്. അപ്പോ അതൊരു വഴി ഇരിക്കട്ടെ, ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നെ മാത്രമേ ഉള്ളൂ. പിന്നെ കൂടുതൽ ആൾക്കാർ ഇപ്പൊ കോയമ്പത്തൂർ വഴി കൂടെയൊക്കെയാണ് ഊട്ടിയിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ഞാൻ വന്നിട്ടുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പാലത്തിനെ കുറിച്ചും ആ പാലത്തിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് കറങ്ങാൻ ഇറങ്ങിയപ്പോ ഒരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചു, നിങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം എന്ന് വിചാരിച്ചു. ആണ് സംഭവം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അട്ടപ്പാടിക്കാരി ഈ മറ്റേ ചാവടിയൂർ ബ്രിഡ്ജിൽ നിന്ന് വിട വാങ്ങുകയാണ്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മുകളിൽ കാണുന്ന ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും, നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അട്ടപ്പാടിക്കാരി. താങ്ക് യു.